ബഹുമാന്യരായ മലയാളി സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തപ്പോൾ, അതുപോലെ എൻ്റെ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ, അത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ, പ്രൊഫൈലിൽ അവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് എന്നെ ഒറ്റുകാരനെന്നും മതവിരോധിയെന്നും മതനിഷേധിയെന്നും സമുദായത്തെ പറയിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകൾ എഴുതുന്ന ആളുകൾ, ഞാൻ ബഹുമാന്യരായ എൻ്റെ നാട്ടുകാരോട്, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് വളരെ വിനയത്തോടു കൂടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ വേദികളിൽ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും അത് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും വിശദീകരിക്കുന്നത് കൊണ്ട് എൻ്റെ സമുദായത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഞാൻ BJP-ക്കാരനായി എന്നതിൻ്റെ പേരിൽ മറ്റു ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒരാളും തന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതത്തെയോ എൻ്റെ ആശയത്തെയോ ആദർശത്തെയോ പരിഹസിക്കുകയോ അപഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അതൊരു മോശമായി കാണുകയോ ചെയ്യുന്നില്ല. അതെന്റെ കൃത്യമായ ബോധ്യമാണ്. കാരണം എൻ്റെ പ്രഭാഷണങ്ങൾ മറ്റു ചില യൂട്യൂബ് ചാനലുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾ എഴുതി വെക്കുന്ന കമന്റുകൾ വായിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. അവർ നമ്മളെ സ്നേഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് എല്ലാം കാണുമ്പോൾ. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ സമുദായത്തോട്, മുസ്ലിം സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്ലാമിന്റെ അട്ടിപ്പേർ അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ കെട്ടിക്കൊടുക്കുന്ന സ്റ്റേജുകളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ എന്ന രീതിയിൽ കടന്നു വരുന്ന ചില നികൃഷ്ടജീവികൾ, ചില നരാധമന്മാർ, ഠമ്മാടികൾ, ഇവര് നടത്തുന്ന പ്രസംഗങ്ങളിലെ, അവരുടെ പ്രഭാഷണങ്ങളിലെ വാചകങ്ങൾ, അത് വിശുദ്ധ ഇസ്ലാമിനും ഇസ്ലാമിന്റെ പ്രവാചകനും എത്രത്തോളം അവമതിപ്പും അപഹാസ്യതയുമാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങളൊരു ചെറിയ ചട്ടക്കൂട്ടിലാണ്, ഒരു ചെറിയ ചട്ടക്കൂടിലാണ് നിങ്ങളുള്ളത്. നമ്മൾ കൊച്ചു കേരളം വെറുതെ പറയാണ്, കൊച്ചു കേരളം എന്നൊക്കെ വെറുതെ പറയാ. ഈ കേരളത്തിന്റെ 10-1 രാജ്യങ്ങളുണ്ട്, അവിടെയാണ് നമ്മൾ കൊച്ചു കേരളം ഒന്നുമല്ല, വലിയ കേരളമാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ ആളുകൾ ഇസ്ലാമിനുണ്ടാക്കുന്ന അവമതിപ്പ്, ലോകത്തിന്റെ മുമ്പിൽ മലയാളം പറയുന്ന ഈ പ്രഭാഷകന്മാർ മലയാളികളുടെ മുമ്പിൽ ഇസ്ലാമിനുണ്ടാക്കുന്ന പരിക്കുകൾ, ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയാം. പരിശുദ്ധ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ ഈ യാത്രകളൊക്കെ പോകുമ്പോ പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോ, അവരുമായി ഇടപഴകുമ്പോ, അവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വലിയ പ്രയാസമാണ്, ലജ്ജ, നമ്മൾ നാണം കെട്ടുപോകും. കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന പ്രവാചകനെ കുറിച്ച് ഒരു പ്രഭാഷകൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കിയേ. ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാത്ത, കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു, മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിൽ, കേട്ടോ നിങ്ങള്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം 1000 ആളുടെ തല അരിയുന്നാണെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ്. ഇത് കരമന പറഞ്ഞ പോലെ ഇത് വേറൊരു കാരുണ്യം അല്ലേ? എന്തൊരു കഷ്ടമാണ് ഇത് കേൾക്കുന്ന ജനസമൂഹം. ഇവൻ ഉദാഹരണം പറഞ്ഞതാ, ഓരോ വാപ്പാനെ ഉമ്മാനെ ചേർത്ത് ഉദാഹരണം പറയാം. പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് പറയാ, പ്രവാചകൻ 1000 ആളുകളുടെ തല ഇങ്ങോട്ട് അരിയുന്നാണെങ്കിൽ ആ അരിയലൊരു കാരുണ്യാണ്. എന്താപ്പ അതിനൊക്കെ പറയാം? മതം പഠിച്ചിട്ടില്ല, ദീനിനെ
പ്രമാണങ്ങളിൽ നിന്ന്, അതിന്റെ അസലുകളിൽ നിന്ന് പഠിച്ചിട്ടില്ല ഇവരൊന്നും. ഇയാളെ ഒരു പ്രസംഗത്തിലെ ഒരു വാക്ക് അത് കേസായിട്ട് കോടതി കിടക്കുന്ന എന്താ പറഞ്ഞത്? ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നതാണെങ്കിൽ അത് വ്യഭിചാരശാല നിർമ്മിക്കാൻ കൊടുക്കുന്നതിനേക്കാളും വലിയ പാപമാണ്. ഒരു മതേതര സമൂഹത്തിലാണ് ഇയാൾ ഈ പറയണത്. ഇതേ ചങ്ങാതി, ഈ നരാധമൻ, ഈ വൃത്തികെട്ടവൻ, ഇവൻ തന്നെ ക്ഷേത്രങ്ങളിൽ പോയി പ്രസംഗിക്കാറുണ്ട്. ഇവനൊക്കെ വിളിക്കുന്നവരാണ് ആദ്യം പറയേണ്ടത്. ഒരു ക്ഷേത്രത്തിലേക്ക് സംഭാവന കൊടുക്കുന്നത് വ്യഭിചാരശാലക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ കടുപ്പാണ്. ഉദാഹരണങ്ങൾ പറയണം. ഉദാഹരണങ്ങൾ പറയുമ്പോ ചേരുന്നതേ പറയാവൂ, യോജിക്കുന്നതേ പറയാവൂ. ഇത് പൊതു സമൂഹത്തിന്റെ മുമ്പിലാ പറയുന്നത് എന്ന ബോധമുണ്ടാവണം. ഇത് ഇങ്ങനെ ഒരു മാസറപ്പോത്ത്. ഇനി വേറൊരു ചങ്ങാതിയുണ്ട്. ഇവന്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു, അവന്റെ ശബ്ദം പോലും കേൾപ്പിക്കാൻ പറ്റില്ല, അത്രക്ക് വൃത്തികെട്ടത്. ഒരു കാസിമി, ഒരു അബൂബക്കർ കാസിമി, അയാൾ ഈ ട്രൗസറിന്റെ അകത്തുള്ള വിപ്ലവം പറയാൻ വേണ്ടി മാത്രം ഏതെങ്കിലും അടച്ചിട്ട റൂമിൽ ഏതെങ്കിലും കുറച്ച് ആളുകളെ വിളിച്ചിരുത്തി പറയല്ല, പൊതു സ്റ്റേജ് കെട്ടിയിട്ട് ആണും പെണ്ണും ചെറുതും വലുതുമുള്ള സദസ്സുകളിൽ ഇയാള് പച്ചയായ സെക്സ് പറയാ. നിന്നിട്ടുള്ളത്, ഇരുന്നിട്ടുള്ളത്, കിടന്നിട്ടുള്ളത്, കസേരയിലുള്ളത്, ഇതിനൊക്കെ പ്രവാചകനെ ഇങ്ങനെ കോട്ട് ചെയ്യുക. വെറുതെ പലതും ഈ അറബി ഇബാറത്തുകൾ ഒരുപാട് കോട്ട് ചെയ്യുന്നു. എന്നിട്ട് പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്നു. ആ വൃത്തികെട്ടവൻ പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. അയാൾ പറയാ, ഒരു സ്ത്രീ പ്രസവത്തിന് വേണ്ടി പലകയിൽ കിടക്കുമ്പോ, എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് വേണ്ടി ഇപ്പോ ഈ അധികവും സിസേറിയൻ ആണല്ലോ. അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പെണ്ണിനെ പ്രസവിക്കാൻ വേണ്ടി പ്രസവ വേദന എടുത്തു കൊണ്ടുവന്ന് കിടത്തുമ്പോ ആ പ്രസവിക്കാനുള്ള സിസേറിയന്റെ ലാസ്റ്റ് മൊമെന്റില് ഈ ഭർത്താവിന് ഒന്ന് ശാരീരികമായി വീഴ്ച നടത്തണം എന്ന് തോന്നിയാൽ ഈ പെണ്ണ് അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇവന്റെ മുമ്പിൽ ഈ ഏട്ടത്തല വെട്ടിയ പോലെ അങ്ങനെ നിൽക്കണം എന്നാ പറഞ്ഞത്. ഈ നാറി പ്രസംഗിക്കാണ്. പ്രസവിക്കാൻ വേണ്ടി പ്രസവത്തിന്റെ അവസാന സന്ദർഭത്തിൽ കട്ടിലിൽ ഈ ടേബിളിൽ കിടക്കുന്നതാണെങ്കിലും അപ്പോഴും ഭർത്താവിന് ആഗ്രഹം വന്നാൽ ഭാര്യ വിധേയപ്പെട്ടു കൊടുക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എന്ന് ഞാൻ പഠിച്ച കിതാബുകളിലോ ഹദീസിലോ പ്രവാചകന്റെ ഇബാറത്തിലോ ഒന്നിലും തന്നെ ഇങ്ങനൊരു കാര്യം കണ്ടിട്ടില്ല. ഇങ്ങനെ വൃത്തികേടുകൾ പറയാം, മതത്തിന്റെ പേരിൽ തോന്നിവാസങ്ങൾ പറയാം, മതവുമായി ബന്ധമില്ല. ഇങ്ങനത്തെ ആളുകൾക്കൊന്നും ഈ സമുദായത്തിൽ നിന്ന് ഒരു പ്രശ്നമില്ല. അവരാക്ഷേപിക്കപ്പെടുന്നില്ല, അവര് കുറ്റപ്പെടുത്തപ്പെടുന്നില്ല. അവരെയൊക്കെ ആരാധിച്ച് വലിയ ആളുകളാക്കി കൊണ്ട് നടക്കുക. നിങ്ങളോട് ഞാൻ പറയുന്നത്, എന്റെ സമുദായത്തോട് ഞാൻ പറയുന്നത്, ഈ വൃത്തികെട്ടവന്മാരെയൊക്കെ നിങ്ങൾ ചങ്ങലക്കിടണം. അതല്ലെങ്കിൽ അവനെയൊക്കെ വീട്ടുതടങ്കലിലാക്കണം. എന്നിട്ട് അവനൊക്കെ മാസാമാസം പെൻഷൻ കൊടുത്തോ. നിങ്ങൾ കൂടിയിട്ട് പിരിവിട്ടിട്ട് പെൻഷൻ കൊടുത്തു. എന്നാലും ഈ നാറികൾ പ്രഭാഷണം നടത്തി സമൂഹത്തിലൂടെ നടന്ന് ഈ സമുദായത്തിനുണ്ടാക്കുന്ന പരിക്കുകള് കുറഞ്ഞു കിട്ടും. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ എന്റെ സമുദായത്തിന്റെ മുമ്പിൽ, ഞാൻ മൈനോറിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോ എന്റെ സമുദായത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ, ആ സമുദായത്തെ മുഖ്യധാരയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രഭാഷണം നടത്തുമ്പോ ഒരു സ്ഖലിതം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഞാൻ എന്റെ സമുദായത്തെ ആക്ഷേപിച്ചത്, ഞാൻ എന്റെ സമുദായത്തെ കുറ്റപ്പെടുത്തിയത് അതിന്റെ അഭിവൃദ്ധിക്കും അഭ്യുന്നതിക്കും വേണ്ടി മാത്രമാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾ അകന്നൊഴിഞ്ഞു മാറിപ്പോകാതെ, നിങ്ങൾ പിന്മാറിക്കളയാതെ ഈ പ്രവാഹത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് പുതിയ ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിൽ, പുതിയ കേരളത്തിന്റെ പുനർക്രമീകരണത്തിൽ നിങ്ങളും ഭാഗമാകണം എന്ന് പറഞ്ഞതിന് എന്നെ ആക്ഷേപിക്കേണ്ടതുണ്ടോ? ഞാൻ ഈ മതത്തിനോ ദർശനത്തിനോ ദീനിനോ ഇസ്ലാമിനോ എന്ത് പ്രയാസമാണ് ഉണ്ടാക്കിയത്? ഒരു പ്രയാസവും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത്തരത്തിൽ പ്രവാചകനുമായി ബന്ധമില്ലാത്ത, ഇസ്ലാമുമായി ബന്ധമില്ലാത്ത വൃത്തികേടുകൾ മതത്തിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന ആളുകളെ നിങ്ങൾ ചങ്ങലക്കിട്ടോ. പ്രവാചക തിരുമേനി എത്ര മനോഹരമായിട്ടാണ് കാരുണ്യം പഠിപ്പിച്ചത്.
സ്ത്രീകളോടുള്ള മര്യാദ തിരുമേനി എത്ര മനോഹരമായി പഠിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരുടെ അർദ്ധഭാഗമാകുന്നു. ആ അർദ്ധഭാഗത്തെ അവഗണിച്ചുകൊണ്ട് പുരുഷ നിനക്ക് പുരുഷനായി ജീവിക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച പ്രവാചകനെ, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ സ്ത്രീകളോട് മാന്യമായി വർത്തിക്കുന്നവനാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് മാന്യമായി വർത്തിക്കുന്നവനാണ് എന്ന് പഠിപ്പിച്ചൊരു പ്രവാചകനെ പറ്റിയ ഈ അബൂബക്കർ ഖാസിമി എന്ന് പറഞ്ഞ പരമനാറി പൊതുമധ്യത്തിൽ ആളുകളുടെ മുമ്പിൽ പറയണത്. അപ്പൊ ഇവന്റെ ഒക്കെ സൂക്കേട് എന്ത് സൂക്കേടായിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്ക്. ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോ ആ ലാസ്റ്റ് മൊമെന്റിൽ ഇവൻ ഉഷാറായാല് ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ ഇറങ്ങിപ്പോണം. നമ്മുടെ ഇപ്പൊ സുന്നത്തെടുത്തതിന് ശേഷം ഡോക്ടർമാര് വന്നിട്ട് ബാക്കി പരിപാടി നടത്തുക. ഇത് കേൾക്കുന്ന പൊതു സമൂഹത്തിന്റെ മുമ്പിൽ, എന്നിട്ട് പ്രവാചകനെ കോട്ടയാണ്. ഇത് കേൾക്കുന്ന പൊതു സമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകന്റെ നിലവാരം എത്രയായിരിക്കും? 1000 ആളുകളുടെ തല കാരുണ്യത്തോടെ അരിഞ്ഞു കൊയ്യുന്ന പ്രവാചകനെ പരിചയപ്പെടുത്തുമ്പോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ആ പ്രവാചകനെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കുന്നത്? അപ്പോ ഞാൻ നടത്തുന്ന പ്രസംഗങ്ങളുടെ അത് അപ്ലോഡ് ചെയ്യപ്പെടുമ്പോ അതിന്റെ താഴെ ഒന്ന് തെറി പറയാൻ നിൽക്കാതെ, അതിന് നിങ്ങൾ എന്റെ സമുദായത്തെ വിമർശിക്കുന്നതോ ആക്ഷേപിക്കുന്നതോ അതിന്റെ ദർശനങ്ങളെ അതിന്റെ മതപ്രമാണങ്ങളെ വിമർശിക്കുന്നത് ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്റെ ബോധം നശിക്കുന്ന കാലത്തോളം ഞാൻ എന്റെ പ്രവാചകനെ ആക്ഷേപിക്കില്ല. അങ്ങനെയുള്ള ഒന്നും എന്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അപ്പൊ അതുകൊണ്ട് എന്നെ ആക്ഷേപിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള നരാധമന്മാരെ, മതവുമായൊരു ബന്ധവുമില്ലാതെ മതത്തിന്റെ പേരിൽ മറ്റു പലതും പറഞ്ഞു നടക്കുന്ന ഇത്തരം കോടാലികളെ, വായപോയ കോടാലികളെ അവരെ നിലക്ക് നിർത്തി, അവരെ വീട്ടുതടങ്കലിലാക്കി, അവർക്ക് പെൻഷൻ കൊടുത്ത്, അവരെ കെട്ടിയിട്ട് ഈ സമുദായത്തെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് മാത്രമാണ് സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ